പിൻവാതിൽ നിയമനങ്ങൾക്ക് പേരുകേട്ട ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷമായി ഈ പിണറായി വിജയൻ സർക്കാർ ഇവിടെ നടത്തുന്ന പിൻവാതിൽ നിയമനങ്ങളെക്കുറിച്ച്, അതിൻ്റെ പിന്നിലുള്ള അന്യായത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്തതാണ്. ഒരു ഘട്ടത്തിൽ കേരള ഗവർണർ പോലും ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യമുണ്ടായി. കാരണം ലക്ഷക്കണക്കിന് യുവതീ യുവാക്കൾ പുറത്ത് തൊഴിൽ രഹിതരായി നിൽക്കുമ്പോൾ സർക്കാർ തസ്തികകളിലും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലുമെല്ലാം പാർട്ടിക്കാരെ ഒരു മാനദണ്ഡവും പാലിക്കാതെ ഇങ്ങനെ തിരികെ കയറ്റിക്കൊണ്ടാണ് പിണറായി സർക്കാർ രാഷ്ട്രീയ ലാഭം നേടിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പിൻവാതിൽ നിയമനങ്ങളുടെ ഒക്കെ പിന്നിൽ അഴിമതിയുടെ ഒരു വലിയ കഥയുണ്ട് എന്ന് വ്യക്തമാണ്. ഈ അഴിമതി കഥയുടെ ചുരുളഴിക്കാനായിരിക്കണം ഒരുപക്ഷെ പ്രതിപക്ഷത്തു നിന്നും കോൺഗ്രസിൻ്റെ നേതാവായ രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഒരു ചോദ്യം ചോദിച്ചത്. ഒന്നല്ല, അദ്ദേഹം എഴുതി തയ്യാറാക്കിയ മറുപടിക്കായി 4 ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. അതെല്ലാം ഈ പിൻവാതിൽ നിയമനങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. അതായത് 4 ചോദ്യങ്ങളാണ് രമേശ് ചെന്നിത്തല ചോദിച്ചത്. സർക്കാർ വകുപ്പുകൾ, കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ, ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 4 വർഷമായി, 9 വർഷത്തെ കണക്കൊന്നുമല്ല, 4 വർഷമായി നടത്തിയിട്ടുള്ള താൽക്കാലിക നിയമനങ്ങളുടെ എണ്ണം എത്ര എന്നാണ് രമേശ് ചെന്നിത്തല ചോദിച്ചിരിക്കുന്ന നേരിട്ടുള്ള വളരെ വ്യക്തമായ ചോദ്യം.